അപ്പൊ ഇതാണ് വാലറന്റ് ഗൈഡ് പാർട്ട് 2. മെയിൻ ആയിട്ട് ഇതിൽ 2 മോഡാണുള്ളത്, അൺറേറ്റഡും കോമ്പറ്റീറ്റീവ്. അൺറേറ്റഡ് എന്ന് പറഞ്ഞത് പഠിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് എന്തും ചെയ്യാം, പുതിയ ഏജന്റിനെ എടുത്ത് കളിക്കുക, പുതിയ തോക്കെടുത്ത് കളിക്കുക. കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞാൽ റാങ്ക്ഡ് മാച്ചാണ്. ഇവിടെ നമ്മൾ അറിയാത്ത ഏജന്റിനെ എടുത്താകുമ്പോൾ തന്തയ്ക്ക് വിളിച്ച് പറത്തിക്കളയും. 16 തന്തയ്ക്ക് ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വേണു അവനോടൊന്ന് പറഞ്ഞേക്കണം. അടുത്ത ഏജൻസ്. വാലറന്റിൽ മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഏജൻസ് ആണുള്ളത്. ഡുവലിസ്റ്റ്, ഇനീഷ്യേറ്റർ, സെന്റിനൽസ്, കൺട്രോളേഴ്സ്. ഇതാണ് ഡുവലിസ്റ്റ്. മെയിൻ ആയിട്ട് ഇവരെ കയ്യിലൊക്കെ കൊല്ലാൻ വേണ്ടി ലെബിലിറ്റീസ് ആണ്. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം, എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് എൻട്രി കൊടുക്കാനുള്ളതാണ്. ഇവർക്ക് വേണ്ടത് പറഞ്ഞാൽ നല്ല എയിം വേണം, അഗ്രസീവായിട്ട് കളിക്കാറാണ്, ഇൻസ്റ്റാലൊക്കെ ഇത് ബാക്കപ്പ് പോയി വിളിച്ചിരിക്കുന്ന പരിപാടി നിർത്തണം. അടുത്തുണ്ട് ഇനീഷ്യേറ്റേഴ്സ്. ഇവരുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഡുവലിസ്റ്റുകളെ സൈഡിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇവരുടെ മെയിൻ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എനിമീസിന്റെ ലൊക്കേഷൻ റിവീൽ ചെയ്യുക, ബ്ലൈൻഡ് ചെയ്യണൊക്കെയാണ്. അയ്യോ എന്റെ കാഴ്ച പോയി, നീ എന്ത് വിഷവാടാ എനിക്ക് ഒഴിച്ചെന്ന്. അടുത്ത സെന്റിനൽസ്. ഇവരുടെ പണി എന്താ വെച്ചാൽ ഡിഫെൻഡ് ചെയ്യുക, ബാക്ക് സ്റ്റാബ് ചെക്ക് ചെയ്യുക, എനിമീസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. ഏറ്റവും വെറുപ്പിക്കുന്ന എബിലിറ്റീസ് ഉള്ള ടീംസ് ആണ്. ഓപ്പോസിറ്റ് ടീമിൽ കളിക്കാറുന്ന ഒരു സെന്റിനൽ ഉണ്ടെങ്കിൽ നമുക്ക് കളി വെറുത്തു. അടുത്തന്നെ കൺട്രോളേഴ്സ്. ഇവരുടെ മെയിൻ എബിലിറ്റി എന്ന് പറയുന്നത് സ്മോക്ക് ചെയ്യണതാണ്. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. മാക്സിമം എനിമീസ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് കട്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ഏജൻസ് ആണ്. ഒരു ഐഡിയൽ ടീം എന്നൊക്കെ പറഞ്ഞാൽ 2 ഡുവലിസ്റ്റ്, ഒരു ഇനീഷ്യേറ്റർ, ഒരു സെന്റിനൽ, ഒരു കൺട്രോൾ. അപ്പൊ ഫോളോ ചെയ്ത് വെക്കുക. ബാക്കി അടുത്ത പാട്ട് പറയാം. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല.